ചോദ്യം ലൈറയിലേക്കാണ്. ചോദ്യം ഇതാണ്: ഹോളി ഹെൽ, എ മെമ്മോയർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ് അഥവാ വിശുദ്ധ നരകം എന്ന വിവാദ ഗ്രന്ഥം രചിച്ച വനിത ആരാണ്? ഗെയിൽ ട്രെഡ്വെൽ. ഓക്കെ, പെർഫെക്റ്റ് ആൻസർ. നമ്മൾ ഒരുപക്ഷെ വളരെ അടുത്ത കാലത്ത് ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ ഒരു കൃതിയാണ് അതല്ലേ. മലയാളത്തിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ടെലിവിഷൻ ചാനലുകളിൽ നിരന്തരമായിട്ട് അതിൻ്റെ സംഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും നിന്നിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഗെയിലിൻ്റെ പുസ്തകത്തിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ. ഓക്കെ, നമ്മൾ കൂടുതൽ ഇത് കൈകാര്യം ചെയ്ത് സാഹിത്യ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാജിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആ മാജിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാർക്ക് വായിക്കുന്നു. കെനോപ്പസിന് 2 സെഗ്മെൻറ്റുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്സ് ആണ് ഇത്, 20 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് ലൂന, യു ഗോട്ട് 10 മാർക്സ്. ഇലക്ട്ര, യു ഗോട്ട് 20 മാർക്സ്. ആൻഡ് ലൈറ, യു ഗോട്ട് 40 മാർക്സ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. അപ്പോൾ നമുക്ക് മാജിക് വേണ്ടേ? ഈ മാജിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. ഇത് ഒരു എന്താ പറയുക, മനസ്സാന്നിധ്യം കൂടുതൽ വേണ്ട ഒരു മാജിക്കാണ്. ഞാൻ മാജിക്കിലേക്ക് കിടക്കുന്നു നിങ്ങളുടെ അനുവാദത്തോടുകൂടി. സ്നിഗ്ധ ഒന്ന് സഹായിക്കാം എന്നെ വന്നിട്ട്. മോളെ, അങ്കിളുടെ കയ്യിൽ 3 പുസ്തകങ്ങളാണുള്ളത്. അഗ്നിച്ചിറകുകളുണ്ട്, ഐതിഹ്യമാല ഉണ്ട്, പൗലോ കൊയ്ലോയുടെ പുസ്തകമുണ്ട്, ദി ആൽക്കമിസ്റ്റ്. ഈ 3 പുസ്തകങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ സെഗ്മെൻറ്റിനകത്ത് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് അല്ലേ. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐതിഹ്യമാലയിലെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകത്തെ വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ. 3 പുസ്തകങ്ങൾ ഞാൻ നന്നായി ഷഫിൾ ചെയ്യുന്നു. ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നു, എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്യുന്നു. മോൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 പുസ്തകങ്ങളിൽ മോൾക്ക് ടച്ച് ചെയ്യാം. എനി 2 ബുക്സ്, ഏതെങ്കിലും 2 പുസ്തകങ്ങളിൽ ടച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ നടുവിലെ പുസ്തകം നീക്കം ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 പുസ്തകങ്ങളുണ്ട്. അഗ്നിച്ചിറകുകളുണ്ട്, ഐതിഹ്യമാലയുണ്ട് അല്ലേ. ഇനി 2 പുസ്തകങ്ങളുണ്ട്, നമ്മളുടെ 2 വ്യക്തികളുണ്ട്. ഓക്കെ, മോൾക്ക് ഒരു പുസ്തകത്തിൽ പിടിക്കാം, ഏത് വേണമെങ്കിലും പിടിക്കാം, യുവർ ചോയ്സ്. പിടിച്ചു, താഴേക്ക് വയ്ക്കാം. ഇനി ഒറ്റ ചോയ്സേ ഉള്ളൂ, ഒരു പുസ്തകം. ഈ പുസ്തകം മോൾക്ക് കയ്യിൽ വയ്ക്കാം. ഇനി മോൾ ചെയ്യേണ്ടത് ആ ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം ഒന്ന് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്ന സമയത്ത് മോൾക്ക് അതിൻ്റെ നടുവിലായിട്ട് ഒറ്റ തവണ നടുവിലത്തെ പേജ് സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് കിട്ടിയ പേജ് നമ്പറുകൾ? 58 ആൻഡ് 59. മോൾക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? 58 വേണോ 59 വേണോ? യുവർ ചോയ്സ്. 59 എന്ന് പറയുന്ന പേജിലുള്ള ആദ്യത്തെ വരികൾ മോൾക്ക് ഒരു 2-3 ലൈൻസ് മാത്രം മനസ്സുകൊണ്ട് വായിക്കാം. പുറത്തേക്ക് ശബ്ദം വരരുത്, മനസ്സുകൊണ്ട് മാത്രം വായിക്കുക. ഇറ്റ്സ് ഓക്കെ. ഈ മോൾ ചെയ്യേണ്ടത് അതിനകത്ത് വായിച്ചിട്ടുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കണം. പൈസയെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ അല്ലേ. ഒരു 2-3 റുപ്പികയുടെ കാര്യം പറയുന്നുണ്ടല്ലേ. ഉണ്ടോ? മനസ്സിലൊരു സദ്യ നിറയുന്നുണ്ട്. ഉണ്ടോ? സദ്യ ഉണ്ട്. ഓക്കെ, അത് മോള് വായിക്ക്, ആ വരികൾ വായിക്ക്. എന്നാൽ പോരെ, പക്ഷേ ഒരു കാര്യം വേണം. തൽക്കാലം നിങ്ങൾ ആരെങ്കിലും 2-3 ഉറുപ്പിക ഇങ്ങോട്ട് തരാം. പെർഫെക്റ്റ്, ഒരു കയ്യടി. ഓക്കെ, ഇന്ന് തന്നെ വൈകുന്നേരം അത് മടക്കി തരുകയും ചെയ്യാം. ഓക്കെ, സദ്യ നാളെയാണല്ലോ, അതുകൊണ്ട് ഇനിയും ഒട്ടും താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ആൻഡ് ഇറ്റ് ഈസ് ഹിയർ. ഓക്കെ, താങ്ക് യു സ്നിഗ്ധ, താങ്ക് യു സോ മച്ച്. നമ്മൾ അക്ഷരങ്ങളുടെ മാജിക്കാണ് കാണിച്ചത് അല്ലേ. അക്ഷരം എന്ന് പറയുന്നത് തന്നെ ഇന്ദ്രജാലമാണ്. അക്ഷരം എന്ന് പറയുന്നത് സുന്ദരമാണ്. അക്ഷരം വലിയ വലിയ മാജിക്കാണ്. അക്ഷരം ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തുകൊണ്ട് നമ്മൾ ഈ മാജിക്ക് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അറിവുകൾ എന്ന് പറയുന്നത് അഗ്നിയാണ്. അക്ഷരങ്ങൾ അഗ്നിയാണ് എന്ന് പറയാറുണ്ട് അല്ലേ. കത്താത്ത ഒരു മെഴുകുതിരിയെ കത്തിക്കാൻ പറ്റില്ല. പറ്റുമോ? പക്ഷേ കത്തുന്ന ഒരു മെഴുകുതിരിക്ക് ഒരുപാട് മെഴുകുതിരികളിലേക്ക് പ്രകാശം പകരാൻ സാധിക്കും, വെളിച്ചം പകരാൻ സാധിക്കും, അതിന് അഗ്നി ജ്വലിപ്പിക്കുവാൻ സാധിക്കും.
അതാണ് പറയുന്നത് കൊടുക്കും തോറും ഏറിടും വിദ്യതിൻ്റെ മഹാധനം എന്നുള്ളത്. നമ്മൾ എത്ര മാത്രം മെഴുകുതിരികൾ കത്തിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ മെഴുകുതിരിയുടെ പ്രകാശം കുറയുന്നില്ല. അതുപോലെ നിങ്ങളിലുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഊർജ്ജസ്വലരായിട്ട് മുന്നേറുക. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇതിന് പിന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഡേവിഡ് കാമറോ അല്ല. ബെഞ്ചമിൻ നെതന്യാഹു. ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഈ സിനിമ ഏതാണ്? മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ പുതിയ അധ്യായം അണിയറയിൽ ഒരുങ്ങുന്നു. കാത്തിരിക്കൂ. സാധാരണ പാഠം പഠിക്കേണ്ടത് പല ഭാഗത്തു നിന്നാണ് അല്ലേ? നാം അധ്യാപകരിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് 4ൽ 1 ഭാഗം മാത്രമാണ്. ബാക്കി 3ൽ 1 ഭാഗം എന്ന് പറയുന്നത് പ്രകൃതിയെ കണ്ടു പഠിക്കേണ്ടതാണ്. ബാക്കി 2ൽ 1 ഭാഗം എന്ന് പറയുന്നത് നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതാണ്. ബാക്കി 1 ഭാഗം എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും ഒരുപാട് പാഠം പഠിക്കുവാനാണ്. കാരണം നിങ്ങൾ അറിവുള്ള കുട്ടികളാണ്, ഒരുപാട് ജ്ഞാനമുള്ള കുട്ടികളാണ്. അപ്പോൾ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഠം പഠിച്ചും പഠിപ്പിച്ചും നമ്മൾ മുന്നോട്ട് പോകുന്നു. റെഡി ഫോർ ദാറ്റ്? ഓക്കെ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെന്റ് ശരവേഗം. ശരവേഗം എന്ന് പറയുന്നത് ഗംഭീരമാണ് ഈ പരിപാടി. കാരണം ഞാൻ ഒരു ചോദ്യ ശരമെടുക്കും, തൊടുക്കും, തറയ്ക്കും. ആ ചോദ്യം നിങ്ങൾ തറച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉത്തരം വരണം. പെട്ടെന്ന്, വളരെ ഫാസ്റ്റായിട്ട് ഉത്തരം വരണം കേട്ടോ. അപ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് നിന്നോളൂ. നിങ്ങളെല്ലാ ബുദ്ധിയും സാമർഥ്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് ചോദ്യം കേൾക്കാനായിട്ട് നിൽക്കാം. ആദ്യത്തെ ചോദ്യം അജിനയോടാണ്. അമർത്യ സെൻ നോബൽ സമ്മാനം നേടിയത് ഏത് വിഭാഗത്തിലാണ്? സാഹിത്യം. അമർത്യ സെൻ നൊബേൽ സമ്മാനം നേടിയത് സാമ്പത്തിക വിഭാഗത്തിലാണ്. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയത് ഇന്ത്യയിൽ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. സമാധാനത്തിന് ഇന്ത്യയിൽ മദർ തെരേസയാണ്. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഒറിയോൺ, ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത്. റെഡിയാണല്ലോ? ശരവേഗത്തിലാണ് ചോദ്യം വരുന്നത്. ശരവേഗത്തിൽ ഉത്തരം വരണം കേട്ടോ. ഞാനിതാ അമ്പെടുത്തു കഴിഞ്ഞു, ചോദ്യശരം എടുത്തു കഴിഞ്ഞു. 2012 കണക്ക് പ്രകാരം ഡോക്ടർ ജനസംഖ്യാ അനുപാതം, അതായത് ഒരു ഡോക്ടർക്കുള്ള ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. ഉത്തരം വീണ്ടും തെറ്റാണ്. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അനുപാതം കൂടുതലുള്ളത്. അതായത് 11,388 പേർക്ക് ഒരു ഡോക്ടറാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അതേസമയം തിരുവനന്തപുരത്ത് 6,654 പേർക്കാണ് ഒരു ഡോക്ടർ ഉള്ളത്. ഇനി ചോദ്യം നിങ്ങളോടാണ്. മൂന്നാമത്തെ ചോദ്യം റെഡിയാണല്ലോ? സൂര്യോദയത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്നു. അരുണാചൽ പ്രദേശാണ് സൂര്യോദയത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അരുണാചൽ പ്രദേശാണ്. നിങ്ങളോടുള്ള ചോദ്യമാണ് കനോപ്പസ്. റെഡി ഫോർ ദാറ്റ്? ഓക്കെ. ചോദ്യം ഇതാണ്. ദേശീയ ഓഹരി സൂചികയുടെ പേരെന്താണ്? സെൻസെക്സ്. ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്നല്ലോ. എല്ലാവർക്കും തെറ്റിപ്പോകുന്നല്ലോ. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയാണ്. നിഫ്റ്റി. ഒന്ന് സജീവമായിട്ട് കൈയടിക്കില്ല എല്ലാവരും. ഉഷാറാവട്ടെ, നമ്മുടെ ബുദ്ധിയൊക്കെ പുറത്തേക്ക് വരട്ടെ. ഇനി തെറ്റരുത് കേട്ടോ. വീണ്ടും ഒരു റൗണ്ട് കൂടി ഞാൻ തരികയാണ്. ഒരു റൗണ്ട് കൂടി തരുന്ന സമയത്ത് ഇനി തെറ്റരുത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ഇതാണ്. ശരവേഗത്തിൽ ചോദ്യം വരുന്നു. ലോക ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ന്യൂയോർക്ക്. വാഷിംഗ്ടനാണ്. ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടനാണ്. അവിടേക്കാണ് ചോദ്യം വരുന്നത്. ചോദ്യം കേട്ടോളൂ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിതയായ വൻകാരി മതായി ഏത് രാജ്യക്കാരിയാണ്? കെനിയ. പെർഫെക്റ്റ് ആൻസർ. പെർഫെക്റ്റ് ആൻസർ. നല്ല സ്ട്രോങ് ആയിട്ട് കൈയടി കൊടുക്കാം. പെർഫെക്റ്റ്. ഇനി ചോദ്യം അങ്ങോട്ട്. സിയോസ്, റെഡി ഫോർ ദാറ്റ്? ഓക്കെ. ചോദ്യം ഇതാണ്. ഒരു കോഴിമുട്ട വിരിയാൻ സാധാരണഗതിയിൽ എത്ര ദിവസം വേണം? 21. പെർഫെക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ നല്ല കാലം വരവായിട്ടുണ്ട്. ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു.
21 ദിവസമാണ് ഒരു കോഴിമുട്ട വിരിയാൻ വേണ്ടിയിട്ട് വേണ്ടത്. അടയിരിക്കുന്ന കോഴി, അതിന് താഴെ മുട്ട വിരിയാൻ വേണ്ടിയിട്ട് വരുന്ന ദിവസം 21. പക്ഷേ ആധുനിക ടെക്നോളജി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇൻക്യുബേറ്റർ ഉണ്ടായി. എങ്കിലും ദിവസം 21 തന്നെ വേണം എന്നുള്ളതാണ് കാര്യം.